ഹലോ പിള്ളേരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തൃശങ്കു ഹെവനിൽ താമസിച്ച വീഡിയോ ആണ് ഇട്ടിരുന്നത്. അവിടുന്ന് ഇറങ്ങുന്ന വീഡിയോയും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ വാഗമണ്ണിലോട്ടാണ് പോയത്. വാഗമണ്ണിൽ മെയിൻ സ്ഥലത്തൊന്നും നമ്മൾ പോകാറില്ല, നമ്മൾ അവിടേക്ക് നേരത്തെ പോയിട്ടുള്ളതാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു ഏരിയയാണ് കേട്ടോ ഇത്, ഒരു വെള്ളച്ചാട്ടം, കുഞ്ഞു വെള്ളച്ചാട്ടം. ഞങ്ങൾ എപ്പോൾ പോയാലും അവിടെ ഇറങ്ങി കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് പോകാറുള്ളത്. തിക്കും തിരക്കും ഒന്നുമില്ലാതെ നമുക്ക് മാത്രമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കാം. അവിടെ നിന്ന് മീനും ഉണ്ട് കേട്ടോ. 2013 ഞാനും അല്ലൈറ്റിനും കൂടെ വാഗമണ്ണ് പോയപ്പോൾ ഈ സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. അന്ന് തൊട്ട് ഞങ്ങൾ എന്ന് വാഗമണ്ണ് പോയാലും ഇവിടെ ഇറങ്ങാറുണ്ട്. ചെറിയ തണുപ്പൊക്കെ കൊണ്ട് സ്നാക്സ് ഒക്കെ കഴിച്ച് നമുക്ക് ഈ പ്രകൃതി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. കുളിക്കേണ്ടവർക്ക് കുളിക്കുകയും ചെയ്യാം. ഇവിടെ അൺലൈറ്റിനും മോനും കുളിച്ചിട്ടുണ്ട്. പ്രകൃതിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് വന്നപ്പോഴാണ് കേട്ടോ ഒരു ഞണ്ടിനെ പിള്ളേരെ കണ്ടുപിടിച്ചത്. ഞാൻ അതിനെ കുത്തി കുത്തി നോക്കി ഞണ്ടാണോന്നോ, അതേ ഞണ്ട് തന്നെ. അവിടെ പിന്നെ ഞങ്ങൾ നിന്നതേ ഇല്ല. അവിടുന്ന് പെട്ടെന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് കാറിൽ കയറി പോയി. പിന്നെ ഞങ്ങൾ അടുത്തൊരു സ്റ്റോപ്പ് എടുക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഒരു ചെടിക്കട ഉണ്ടായിരുന്നു, അവിടുന്ന് ഞാൻ ചെടിയും വാങ്ങിച്ചു. പിന്നെയും ഞങ്ങൾ വണ്ടി എടുത്ത് പിന്നെയും അങ്ങോട്ട് പോയപ്പോൾ ഒരു ഇടവഴി കണ്ടു. അതിൽ കൂടെ വണ്ടി കയറ്റി ചെന്നപ്പോഴാണ് ഇവിടെ അടിപൊളി ഒരു സ്ഥലം കണ്ടത്. ആരുമില്ല, നമ്മൾ മാത്രം ഉണ്ട്, 2 പശുവും ഉണ്ട്. ഇവിടെ നമ്മൾ കുറേ നേരം ഇരുന്ന് കേട്ടോ. നല്ല തണുപ്പും സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറണം കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് ഈ വഴി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങളായത് കാരണം അത് കണ്ടുപിടിച്ചതാണ്. പിള്ളേരവിടെ ഇലയിട്ട് കളിക്കുകയാണ്. ആരുടെ ഇലയാണ് ആദ്യം പോകുന്നതെന്നൊക്കെയുള്ള പണ്ടത്തെ ആ കളി, അത് കളിക്കുകയാണ് അവിടെ. ഇല മാറി പിന്നെ കുപ്പിയായി കേട്ടോ. എന്തായാലും വേണ്ടിയില്ല, അടിയും വഴക്കും ഇല്ലാതെ അവിടെ നിന്നോളുമല്ലോ. കാറിൽ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ പ്രകൃതിയൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. രസിച്ചതൊക്കെ മതി. നാളെ മൺഡേയാണ്, പിള്ളേർക്ക് സ്കൂളിലും പോകണം, അല്ലൈറ്റിന് ജോലിക്ക് പോകണം. ഇനി നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം. ആ സമയത്താണ് അല്ലൈറ്റിനൊരു ആഗ്രഹം, എന്നാൽ നമുക്ക് അഡ്വഞ്ചർ പാർക്കിലൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന്. അവിടെയും കയറി ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.